തിരുവനന്തപുരം മൃഗശാലയിൽ കൂട് വൃത്തിയാക്കുന്നതിനിടെ ജീവനക്കാരന് കടുവയുടെ ആക്രമണം. തലയ്ക്ക് പരിക്കേറ്റ കരമന സ്വദേശി രാമചന്ദ്രന് 4 തുന്നലുണ്ട്. വയനാട് നിന്ന് പിടികൂടി മൃഗശാലയിൽ എത്തിച്ച കടുവയാണ് ആക്രമിച്ചത്. AK സ്റ്റെഫിൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രാവിലെയോടുകൂടിയാണ് തിരുവനന്തപുരം മൃഗശാലയിലെ ബബിത എന്ന കടുവ ജീവനക്കാരനായിട്ടുള്ള രാമചന്ദ്രനെ മാന്തിയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഇതാണ് കടുവയുടെ കൂട്. വയനാട്ടിൽ നിന്ന് എത്തിച്ചതാണ് കടുവയെ. ബബിത എന്നാണ് പേര്. വലിയ വലിപ്പം ഉള്ള കടുവയല്ല, 4 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇവിടെ എത്തിച്ചിട്ട് അത്രയുമേ ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ചെറിയ അഴിയാണ്. ആ അഴിക്ക് പുറത്തേക്ക് കടുവയുടെ കൈ എത്താവുന്നതേ ഉള്ളൂ. അങ്ങനെ ഈ കൂട്ടിൽ വെള്ളം തളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് രാമചന്ദ്രനെ കടുവ ആക്രമിച്ചത്. ശ്രദ്ധ ഒന്ന് മാറിയപ്പോൾ തലയിൽ മാന്തുകയായിരുന്നു എന്നുള്ളതാണ്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇപ്പോൾ സൂവിലെ ഡോക്ടറായിട്ടുള്ള നികേഷ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ഇതങ്ങനെ പ്രത്യേകമായൊരു ആക്രമണ സ്വഭാവമുള്ളൊരു കടുവയല്ല, എന്നാലും കടുവയാണ്. അതിന് വൈൽഡ് ബിഹേവിയർ ഉണ്ട്, അതിൻ്റേതായ ഒരു ആക്രമണശേഷി ഉണ്ടാവും. അപ്പോൾ ഇത് കൂട് വൃത്തിയാക്കാനായിട്ട് ഹോസ് വെച്ച് വെള്ളം കീപ്പറകത്തേക്ക് അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൈകൾ ചെറുതാണ്. ഇത് പ്രായം കുറവുള്ള കടുവ ആയതുകൊണ്ട് കൈ ചെറുതാണ്. അപ്പോൾ അതിൻ്റെ അഴികളുടെ ഇടയിൽ കൂടെ കൈ പുറത്തേക്ക് വന്നതാണ്. നഖം കൊണ്ട് തലയിലൊരു മുറിവാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ചെറിയ മുറിവാണ്, തൊലിപ്പുറത്തുള്ള മുറിവാണ്. ഇപ്പോൾ ഒരു 4 സ്റ്റിച്ച് ഇടേണ്ടി വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ കൊണ്ട് സ്റ്റിച്ച് ചെയ്തു. അദ്ദേഹം ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ അടുത്ത കൂട്ടിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി ഓസ് അടിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് അത് വന്ന് അടിച്ചത്. അത്ര തന്നെ. സാധാരണ ഇങ്ങനെ ഉണ്ടാവാത്തതാണ് നിങ്ങൾക്ക് ഉണ്ടാവാത്തതാണ്. ഇത് വെള്ളം നനഞ്ഞപ്പോൾ അത് ആക്രമകാരിയായി. കടുവ മാന്തിയെങ്കിലും ഗുരുതരമായി ഒന്നും തന്നെ പരിക്ക് ഏറ്റിട്ടില്ല. അപകടകരമായ സാഹചര്യം നിലവിലില്ല എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. ഈ ഒരു സംഭവം കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ സുരക്ഷ, അതോടൊപ്പം തന്നെ മറ്റ് ജീവനക്കാർക്ക് ഒരു സുരക്ഷാ മുൻകരുതലുകളും നൽകിയിട്ടുണ്ട്. VS ബിജുവിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.